ഈ അടുത്തെന്നോട് ഒരാൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദിന്റെ കൂടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ഒരാൾ തയ്യോട് ചിറയിൽ നിന്ന് കന്യാല മൗലയെ കാണാൻ വേണ്ടി ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദ് പുറപ്പെട്ടു. ഡ്രൈവ് ചെയ്ത് വരുന്നതിനിടയിൽ വഴിയിൽ നിന്നൊരു ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനുമുണ്ട് കന്യാല മൗലയെ കാണാനെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. വാഹനത്തിന്റെ ബാക്ക് സീറ്റിൽ കയറി 3 പേരും പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ ആലിമാണത്രേ, പണ്ഡിതനൊക്കെ തന്നെയാണ്. അയാൾ വെറുതെ തമാശക്ക് ചോദിച്ചു കല്ലൂർ ഉസ്താദിനോട്, അല്ല കല്ലൂർ ഉസ്താദ്, ഈ കന്യാല മൗലായുടെ അടുക്കൽ ജിന്നിന്റെ സേവയാണോ ഉള്ളത്? ജിന്നിന്റെ സേവയുണ്ടോ എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദിന് താങ്ങാവുന്നതിലപ്പുറമുള്ള ചോദ്യമായി. മൗലയുടെ ആത്മാർത്ഥമായ മുഹിബ്ബായിരുന്ന ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല, മറുപടി കൊടുത്തില്ല. നേരെ വാഹനം പോയി കന്യാല മൗലയുടെ വീട്ടിന്റെ മുമ്പിൽ പോയി നിന്നു. 2 പേരും വാഹനത്തിൽ നിന്നിറങ്ങി. അസ്സലാമു അലൈക്കും കല്ലൂർ ഉസ്താദ് സലാം പറഞ്ഞു. വഅലൈക്കും അസ്സലാം സലാം അടക്കുകയും ചെയ്തു. ബാക്കിലുള്ള ഉസ്താദ് കയറി അസ്സലാമു അലൈക്കും സലാം പറഞ്ഞപ്പോൾ കന്യാല മൗല സലാം മടക്കിയില്ല. പകരം പറഞ്ഞു, പകരം ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയത്, സൂറത്തുൽ ജിൻ ഓതി. ഖദ് ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ എന്ന സൂറത്തുൽ ജിൻ തുടക്കം മുതൽ ഒടുക്കം വരെ അങ്ങ് ഓതിയിട്ട് പറഞ്ഞു, എടാ അബ്ദുല്ലാക്ക് ജിന്നിന്റെ സേവ വേണ്ടടാ. ഹൃദയം തെളിയിപ്പിച്ചെടുക്കാൻ പറ്റിയ ചില ആലിമീങ്ങൾ, ചില മഹത്തുക്കൾ ലോകത്ത് ജീവിച്ചു പോയിരുന്നു. ശംസുൽ ഉലമ ഒരു ഉദാഹരണമായിരുന്നു. കണ്ണിയത്ത് ഉസ്താദ് മറ്റൊരു ഉദാഹരണമായിരുന്നു. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ജീവിച്ചു പോയി. ഈ അടുത്ത് വഫാത്തായി പോയ ബഹുമാനപ്പെട്ട തൃപ്പേച്ചി മുഹമ്മദ് മുസ്ലിയാരും ഒരു ഉദാഹരണമായിരുന്നു. എനിക്കറിയാവുന്ന ഒരു മഹല്ലത്തിലെ, ഒരു നാട്ടിലെ അറിയപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ അറിയപ്പെട്ട പ്രിൻസിപ്പലായി ജോലി ചെയ്യുന്ന ഒരു ഉസ്താദ് അവരുടെ ശിഷ്യനോട് നേരിട്ട് പറഞ്ഞതാണ്, ഉസ്താദ് ഒരു മഹല്ലത്തിൽ ജോലി ചെയ്യുമ്പോൾ റമളാനായി കമ്മിറ്റിക്കാര് പറഞ്ഞു, ഉസ്താദേ ഈ കൊല്ലം നമുക്ക് ശമ്പളം കൂട്ടാൻ പറ്റൂല, അടുത്ത കൊല്ലമേ ശമ്പളം കൂട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഉസ്താദ് അവരോട് പറഞ്ഞു, എന്നാൽ പിന്നെ എന്റെ സേവനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്, ഞാൻ വേറെ മഹല്ല് നോക്കി പോവുകയാണ്, ഞാൻ എന്റെ ഉസ്താദിനോടൊന്ന് ചോദിച്ചു വരട്ടെ എന്നും പറഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങി ഏത് ഉസ്താദിന്റെ അടുത്തേക്കാ പോണത്? വലിയുള്ളാഹി തൃപ്പേച്ചി മുഹമ്മദ് മുസ്ലിയാർ അടുത്ത് ചെന്നു. വാതിൽക്കൽ ചെന്നു. ഉസ്താദ് പള്ളിയുടെ നടുവിൽ ചെന്നിരിക്കുകയാണ്. പുറത്തുനിന്ന് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു. അപ്പോൾ അകത്തു നിന്ന് സലാം മടക്കിയില്ല. പകരം ഒരു ഹദീസ് അങ്ങോടി. എന്താ ഹദീസ്? അദ്ദുനിയാ കുല്ലുഹാ ജീഫ വതുല്ലാബുഹാ കിലാബുഹാ. ദുനിയാവെന്ന് പറഞ്ഞാൽ ശവമാണ്. ദുനിയാവ് തിന്നും ദുനിയാവ് തേടുന്നവന്മാർ നായകളെ പോലെ അധപ്പതിച്ചവരാണ്. അദ്ദുനിയാ കുല്ലുഹാ ജീഫ അതൊരു ഹദീസാണ്. ദുനിയാവെന്ന് പറഞ്ഞാൽ ശവമാണ്. വതുല്ലാബുഹാ കിലാബുഹാ. ദുനിയാവ് തേടുന്നവർ ദുനിയാവിലെ നായകളാണ്. അതുകൊണ്ടൊരു നായും എന്റെ പള്ളിയിലേക്ക് കയറരുത് എന്ന് പറഞ്ഞു. ഈ ഉസ്താദ് പൊട്ടിക്കരഞ്ഞു മഹല്ലത്തിലേക്ക് തിരിച്ചുപോയി. പ്രസിഡന്റിനെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ അടുത്ത കൊല്ലം കൂടി ഈ മഹല്ലത്തിൽ സേവനം ചെയ്യും. അടുത്ത ആഴ്ച പിന്നെയും ഒഴിവ് കിട്ടിയപ്പോൾ വലിയുള്ളാഹി തൃപ്പനിച്ച് ഉസ്താദിനെ കാണാൻ വേണ്ടി പോയി. പള്ളിയിൽ ചെന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മോനെ, മഹല്ലത്തിലെ കാര്യങ്ങളൊക്കെ ഖൈറല്ലേ? അല്ലാഹ് ബറക്കത്താക്കട്ടെ എന്ന് ദുആ ചെയ്തു വിടുകയും ചെയ്തു. ഹൃദയം വായിക്കാനും വെളിച്ചം പകരാനും പറ്റിയ വെളിച്ചങ്ങൾ ഒരുപാട് ലോകത്തുണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് അത് നിലനിന്നുകൊണ്ടായിരിക്കും. ഒരാൺകുട്ടി വരുന്നുണ്ട്, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ആ ഇമാം മഹ്ദി വരുന്നത് വരെ ആ മഹാന്മാർ ലോകത്ത് നിലനിന്നുകൊണ്ടിരിക്കും. പിന്നെ അവരാരാണെന്ന് നമ്മളാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. ആ വെളിച്ചത്ത് പോയിരിക്കണം കറ പിടിച്ച ഹൃദയങ്ങളെ.